നാരായണ. ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃദാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഖമുഖാതമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ.
കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനെ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഹരി ഓം. മിനിഞ്ഞാന്ന് ക്ലാസ് ഉണ്ടായില്ല. തൃശ്ശൂര് പരിപാടിയായിരുന്നു. ഇന്നലെ കാലടിയിൽ പോണ്ടി വന്നു. രാത്രിയായി വന്നപ്പോൾ ഇന്നത് അത്ര നേരം നമ്മുടെ സെൽവവിനായക ക്ഷേത്രത്തിലെ കുംഭാഭിഷേക ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. ഇനി വൈകുന്നേരം 4:30 നാളെയും കൂടി ഉച്ചവരെ പരിപാടികളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോയി വന്നുകൊണ്ടിരിക്കും. ഇതൊന്ന് മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചു നേരം നമുക്ക് ഭാഗവത ജ്ഞാനഗംഗ നോക്കാം. ഹരിയോം. ഞാൻ വെള്ളം എടുത്തില്ല, എടുത്തിട്ട് വരട്ടെ. ഓം. ഹരി ഓം. ഹരി ഓം. നമുക്ക് ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗയിൽ ഭാഗവതം അഷ്ടമസ്കന്ധം 24-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പകുതിയോളം കണ്ടു. മത്സ്യാവതാര ചരിതം നമുക്ക് ആദ്യം വായിക്കാം. ആദ്യത്തെ 30 ശ്ലോകങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആ ശ്ലോകങ്ങൾ വായിക്കാം. പിന്നീട് പറയാനുള്ളതും വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ 24-തമോऽധ്യായഃ. രാജോവാച ഭഗവൻ ശ്രോതുമിച്ഛാമി ഹരേരദ്ഭുതകർമ്മണഃ അവതാരകഥാമാദ്യാം മായാമത്സ്യവിഡംബനം യദർത്ഥം അദധാദ്രൂപം മാത്സ്യം ലോകജുഗുപ്സിതം തമഃ പ്രകൃതി ദുർമർഷം കർമ്മഗ്രസ്തൈവേശ്വരഃ. ഏതന്നോ ഭഗവൻ സർവം യഥാവത് വക്തുമർഹസി ഉത്തമശ്ലോകചരിതം സർവലോകസുഖാവഹം. സൂത ഉവാച ഇത്യുക്തോ വിഷ്ണുരാദേന ഭഗവാൻ ബാദരായണിഃ ഉവാച ചരിതം വിഷ്ണോഃ മത്സ്യരൂപേണ യത്കൃതം. ശ്രീശുക ഉവാച ഗോവിപ്രസുരസാധൂനാം ഛന്ദസാമപി ചേശ്വരഃ
രക്ഷാമിച്ഛൻ തനൂർദത്തെ ധർമ്മസ്യാർത്ഥസ്യ ചൈവ ഹി ഉച്ചാവചേഷു ഭൂതേഷു ചരൻ വായുരിവേശ്വരഃ നോച്ചാവചത്വം ഭജതേ നിർഗുണത്വാദ്യോ ഗുണൈഃ ആസീദതീതകൽപാന്തേ ബ്രാഹ്മോ നൈമിത്തികോലയഃ സമുദ്രോപപ്ലുതാസ്തത്ര ലോകാ ഭൂരാതയോ നൃപ കാലേനാഗതനിദ്രസ്യ ധാതുഃ ശിശൈഷോർബലി മുഖതോ നിസൃതാൻ വേദാൻ ഹയഗ്രീവോന്തികേ അഹരത് ജ്ഞാത്വാ തദ്ദാനവേന്ദ്രസ്യ ഹയഗ്രീവസ്യ ചേഷ്ടിതം ദധാര ശബരീരൂപം ഭഗവാൻ ഹരിരീശ്വരഃ തത്ര രാജർഷി കശ്ചിന്നാംനാ സത്യവ്രതോ മഹാൻ നാരായണപരോ തപ്യത് തപസ്സ സലിലാശനഃ യോസാവസ്മിൻ മഹാകൽപേ തനയഃ സ വിവസ്വതഃ ശ്രാദ്ധദേവൈദിക്യാദോ മനുത്വേ ഹരിണാർപ്പിതഃ ഏകദാ കൃതമാലായാം കുർവതോ ജലതർപ്പണം തസ്യാഞ്ജല്യുദകേ കാചിത് ശബര്യേകാഭ്യപദ്യതാം സത്യവ്രതോഞ്ജലിഗതാം സഹതോ യേന ഭാരത ഉത്സസർജ മതീതോ യേ ശബരീം ദ്രവിഡേശ്വരഃ തമാഹസാദികരുണം മഹാകാരുണികം നൃപം യാദോഭ്യോ ജ്ഞാതിഘാതിഭ്യോ ദീനാം മാം ദീനവത്സലാം കഥം വിസൃജസേ രാജൻ ഭീതാമസ്മിൻ സരിജ്ജലേ തമാത്മനോ അനുഗ്രഹാർത്ഥം പ്രീത്യാ മത്സ്യവപുർധരം അജാനൻ രക്ഷണാർത്ഥായ ശബര്യാ സമനോദതേ തസ്യാദീനതരം വാക്യമാശ്രുത്യ സമഹീപതിഃ കലശാപ്സു നിധായൈനാം ദയാലുർനിന്യ ആശ്രമം സാധു തത്രൈകരാത്രേണ വർദ്ധമാനാ കമണ്ഡലൗ അലബ്ധ്വാത്മാവകാശം വാ ഇദമാഹമഹീപതിം നാഹം കമണ്ഡലൗ അസ്മിൻ കൃത്സ്രം വസ്തുമിഹോത്സഹേ കൽപ്പയൗഗസ്സു വിപുലം യദ്രാഹം നിവസേ സുഖം സയേനാം ദദാദായന്യധാദൗ ദഞ്ചനോദകേ തതക്ഷിപ്താ മുഹൂർത്തേന ഹസ്തത്രയമവർദ്ധത നമ ഏതദലം രാജൻ സുഖം വസ്തു മുദഞ്ജനം പൃഥു ദേഹി പദം മഹ്യം യത്വാഹം ശരണം ഗതാ തത ആദായ സാരാജ്ഞാ ക്ഷിപ്താ രാജൻ സരോവരേ തത് ആവൃത്യാത്മനാ സോയം മഹാമീനൊന്നവർദ്ധതാം നൈതന്മേ സ്വസ്തയേ രാജന്നുദകം സലിലൗകസഃ നിദേഹി രക്ഷായോഗേന ഹൃദേ മാം അവിദാസിനി ഇത്യുക്തഃ സോനയൻ മത്സ്യം തത്ര തത്രാവിദാസിനി ജലാശയേ സംമിതം തം സമുദ്രേ പ്രാക്ഷിപജ്ജഷം ക്ഷിപ്യമാണസ്തമാഹേദം ഇഹ മാം മകരാദയഃ അദന്ത്യതിബലാ വീരാ മാം നേഹോൽസ്രഷ്ടുമർഹസി ഏവം വിമോഹിതസ്തേന വദദാവൽഗു ഭാരതീം തമാഹ കോ ഭവാനസ്മാൻ മത്സ്യരൂപേണ മോഹയൻ നൈവം വീര്യോ ജലചരോ ദൃഷ്ടോസ്മാഭിഃ ശ്രുതോപി ച യോ ഭവാൻ യോജനശതമന്നാഭിവ്യാനശേ സരഃ നൂനം ത്വം ഭഗവാൻ സാക്ഷാത് ഹരിർനാരായണോ വ്യയഃ അനുഗ്രഹായ ഭൂതാനാം ധൽസേ രൂപം ജലൗകസാം നമസ്തേ പുരുഷശ്രേഷ്ഠാസ്തിത്യുൽപത്യപ്യയേശ്വര ഭക്താനാം നഃ പ്രപന്നാനാം മുഖ്യോ ഹ്യാത്മഗതിർവിഭോ സർവേ ലീലാവതാരാസ്തേ ഭൂതാനാം ഭൂതിഹേതവഃ ജ്ഞാതുമിച്ഛാമ്യതോ രൂപം യദർത്ഥം ഭവതാ ധൃതം ന തേ അരവിന്ദാക്ഷപദോപസർപ്പണം മൃഷാ ഭവേത് സർവസുഹൃത്പ്രിയാത്മനഃ യദേതരേഷാം പൃഥഗാത്മനാം സതാം അദീദൃശോ യദ്വപുരദ്ഭുതം ഹിനഃ. ശ്രീശുക ഉവാച ഇതി ബ്രുവാണം നൃപതിം ജഗത്പതിഃ സത്യവ്രതം മത്സ്യവപുർയുഗക്ഷയേ വിഹർത്തുകാമഃ പ്രളയാർണവേ ബ്രവീത് ചികീർഷുരേകാന്തജനപ്രിയഃ പ്രിയം. ശ്രീഭഗവാനുവാച സപ്തമേ അദ്യതനാദൂർധ്വമഹനി ഏതദരിന്ദമ നിമംശതി അപ്യയാംബോധൗ ത്രൈലോക്യം ഭൂർഭുവാദികം ത്രിലോക്യാം ലീയമാനായാം സംവർത്താംബസി വൈ തദ് ഉപസ്ഥാസ്യതി നൗകാചിത് വിശാലാ ത്വം ത്വാം മയേരിതാം
ത്വം താവദോഷധീ സർവാ ബീജാന്യുച്ഛാവചാനി ച സപ്തർഷിഭിഃ പരിവൃതഃ സർവസത്വോപബൃംഹിതഃ ആരുഹ്യ ബൃഹതീം നാവം വിചരിഷ്യസി അവിക്ലവഃ ഏകാർണവേ നിരാലോകേ ഋഷീണാമേവ വർച്ചസാം ദോധൂയമാനാം താം നാവം സമീരേണ ബലീയസാ ഉപസ്ഥിതസ്യ മേ ശൃംഗേ നിബധ്നീ മഹാഹിന അഹം ത്വാം ഋഷിഭിഃ സാകം സഹ നാവം ഉദന്മതി വികർഷൻ വിചരിഷ്യാമി യാവത് ബ്രാഹ്മീ നിശാ പ്രഭോ മദീയം മഹിമാനം ച പരം ബ്രഹ്മേതി ശബ്ദിതം വേൽസ്യസി അനുഗൃഹീതം മേ സംപ്രശ്നൈർവിവൃതം ഹൃദി ഇത്തമാദിശ്യ രാജാനം ഹരിരന്തരധീയത സോന്വവൈക്ഷതം കാലം യം ഹൃഷീകേശ ആദിശത് ആസ്തീര്യദർഭാൻ പ്രാക്കൂലാൻ രാജർഷിഃ പ്രാഗുദങ്മുഖഃ നിശസാദ ഹരേഃ പാദൗ ചിന്തയൻ മത്സ്യരൂപിണഃ തതഃ സമുദ്ര ഉദ്വേളഃ സർവതഃ പ്ലാവയൻ മഹീം വർദ്ധമാനോ മഹാമേഘൈർവർഷദ്ഭിഃ സമദൃശ്യത ധ്യായൻ ഭഗവദാദേശം ദദൃശേനാവമാഗതാം താമാരുരോഹ വിപ്രേന്ദ്രൈഃ ആദായൗഷധിവിരുദഃ തമൂചുർമുനയഃ പ്രീതാ രാജൻ ധ്യായസ്വ കേശവം സ വൈ നഃ സങ്കടാദസ്മാദവിദാശം വിദാസ്യതി സോനുദ്യാതസ്തതോ രാജ്ഞാ പ്രാദുരാസീത് മഹാർണവേ ഏകശൃംഗധരോ മത്സ്യോ ഹൈമോ നിയുതയോജനഃ നിബധ്യനാവം തച്ഛൃംഗേ യഥോക്തോ ഹരിണാ പുരാ വരത്രേണാഹിനാ തുഷ്ടഃ തുഷ്ടാവ മധുസൂദനം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രാജോവാച അനാദ്യ വിദ്യോപഹതാത്മസംവിദഃ തന്മൂല സംസാര പരിശ്രമാതുരാഃ യദൃച്ഛയേഹോപസൃതായമാപ്നുയുഃ വിമുക്തിദോ നഃ പരമോ ഗുരുർഭവാൻ. ജനോ അബുദോയം നിജകർമ്മബന്ധനഃ സുഖേച്ഛയാ കർമ്മ സമീഹത്തെ അസുഖം യൽ സേവയാ താം വിദുനോത്യസന്മതിം ഗ്രന്ഥിം സബിന്ദ്യാത് ഹൃദയം സ നോ ഗുരുഃ യൽ സേവയാ അഗ്നേരിവ രുദ്രരോദനം പുമാൻ വിജഹ്യാൻ മലമാത്മനസ്തമഃ ഭജേദവർണം നിജമേഷ സൗവ്യയോ ഭൂയാത് സ ഈശഃ പരമോ ഗുരോർഗുരുഃ. നയത് പ്രസാദായുധഭാഗലേശമന്യേ ച ദേവാ ഗുരവോ ജനാഃ സ്വയം കർത്തും സമേതാഃ പ്രഭവന്തി പുംസഃ തമീശ്വരം ത്വാം ശരണം പ്രപദ്യേ. അചക്ഷുരന്ധസ്യ യദാഗ്രണീകൃതഃ തദാ ജനസ്യാവിദുഷോ ബുധോ ഗുരുഃ ത്വമർക്കദൃക് സർവദൃശാം സമീക്ഷണോ വൃതോ ഗുരുർനഃ സ്വഗതിം ബുപുൽസതാം. ജനോ ജനസ്യാതിശതയ സതിം മതിം യയാ പ്രപദ്യേത ദുരത്യയം തമഃ ത്വം ത്വവ്യയം ജ്ഞാനമമോഘമഞ്ജസാ പ്രപദ്യതേ യേന ജനോ നിജം പദം. ത്വം സർവലോകസ്യ സുഹൃത്പ്രിയേശ്വരോ ഹ്യാത്മാ ഗുരുർജ്ഞാനമഭീഷ്ടസിദ്ധിഃ തദാപി ലോകോ ന ഭവന്തമന്ദദീഃ ജാനാതി സന്തം ഹൃദി ബദ്ധകാമഃ. തം ത്വാമഹം ദേവവരം വരണ്യം പ്രപദ്യ ഈശം പ്രതിബോധനായ ചിന്ത്യർത്ഥദീപൈർഭഗവൻ വചോഭിഃ ഗ്രന്ഥീൻ ഹൃദയ്യാൻ വിവൃണുസ്വമോഘഃ. ശ്രീശുക ഉവാച ഇത്യുക്തവന്തം നൃപതിം ഭഗവാനാദിപൂരുഷഃ മത്സ്യരൂപീ മഹാംബോധൗ വിഹരൻ തത്വമബ്രവീത്. പുരാണസംഹിതാം ദിവ്യാം സാംഖ്യയോഗക്രിയാവതീം സത്യവ്രതസ്യ രാജർഷേരാത്മഗുഹ്യമശേഷതഃ അസ്രൗഷീദൃഷിഭിഃ സാകം ആത്മതത്വമസംശയം നാവ്യാസീനോ ഭഗവതാ പ്രോക്തം ബ്രഹ്മസനാതനം. അതീതപ്രളയാപായേ ഉത്തിതായ സവേദസേ ഹത്വാസുരം ഹയഗ്രീവം വേദാൻ പ്രത്യാഹരദ്ധ്വരീ. സ തു സത്യവ്രതോ രാജാ ജ്ഞാനവിജ്ഞാനസംയുതഃ വിഷ്ണോ പ്രസാദാത് കൽപേऽസ്മിന്നാസീദ് വൈവസ്വതോ മനുഃ. സത്യവ്രതസ്യ രാജർഷേർമായാമത്സ്യസ്യ ശാർങ്ങിണഃ സംവാദം മഹദാഖ്യാനം ശ്രുത്വാ മുച്യേത കിൽബിഷാത്. അവതാരോ ഹരേർയോയം കീർത്തയേദന്വഹം നരഃ സങ്കൽപ്പാസ്തസ്യ സിദ്ധ്യന്തി സ യാതി പരമാംഗതിം. പ്രളയപയസി ധാതുഃ സുപ്തശക്തേർമുഖേഭ്യഃ
ശ്രുതിഗണമപനീതം പ്രത്യുപാദത്ത ഹത്വാ ദിതിജമഗതയദ്യോ ബ്രഹ്മ സത്യവ്രതാനാം തമഹമഖിലഹേതും ജിഹ്മമീനം നതോസ്മി. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ മത്സ്യാവതാരചരിതാനുവർണ്ണനം നാമ ചതുർവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ നാരായണ. നാരായണ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് മത്സ്യാവതാര ചരിതം പകുതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയും ആ അധ്യായത്തില് 31 ശ്ലോകങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ പരീക്ഷിത് രാജാവിന്റെ ആകാംക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ മത്സ്യാവതാരം വിസ്തരിച്ച് കേൾക്കണം എന്നുള്ള ചോദ്യം കഴിഞ്ഞപ്പോൾ സന്തോഷിച്ചുകൊണ്ട് ശുകബ്രഹ്മർഷി ഭഗവാന്റെ അവതാര കാരണം പറഞ്ഞുകൊണ്ട് തുടങ്ങി. ഗോക്കൾ, ബ്രാഹ്മണർ, ദേവന്മാർ, സാധുക്കൾ, വേദങ്ങൾ, അതുപോലെ ധർമ്മം, അർത്ഥം മുതലായവയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാന്റെ അവതാരം. ഭഗവാന് അവതാരങ്ങൾ എടുക്കുന്നതിന് യാതൊരു പരിമിതിയുമില്ല. ഏത് നീചയോനിയിലും അദ്ദേഹത്തിന് അവതാരമെടുക്കുന്നതിന് മടിയില്ല. അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. ആ ഉപാധികളുടെ ധർമ്മം ഭഗവാനെ സ്പർശിക്കുന്നില്ല. എങ്ങനെയാണോ വായുവിനാൽ വായു സ്പർശിക്കുന്ന ഗന്ധങ്ങളൊന്നും ബാധിക്കപ്പെടാത്തത്, അതുപോലെ എന്ന് പറഞ്ഞു. പിന്നീട് എപ്പോഴാണ് ഭഗവാന്റെ അവതാരമുണ്ടായത് എന്ന് പറഞ്ഞു. അതീത കൽപ്പാന്തേ, കഴിഞ്ഞ കൽപ്പത്തിന്റെ അവസാന കാലത്ത് എന്ന് വ്യക്തമായി പറഞ്ഞു. അതായത് ബ്രഹ്മാവിന്റെ ഇന്നലത്തെ ദിവസത്തിന്റെ അവസാനം, അതായത് പ്രളയകാലത്ത്, നൈമിത്തിക പ്രളയകാലത്ത് എന്ന് വ്യക്തമായി പറഞ്ഞു. അപ്പോ ഹയഗ്രീവനെ നിഗ്രഹിച്ച് ഹയഗ്രീവൻ ബ്രഹ്മദേവന്റെ മുഖത്തുനിന്ന് വേദങ്ങൾ അപഹരിച്ചതിനെ തിരിച്ചെടുത്തു കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അതിനോടനുബന്ധമായിട്ടുള്ള സത്യവ്രത രാജാവിന്റെ കഥയും പറഞ്ഞു. പാണ്ഡ്യരാജാവായിട്ടുള്ള സത്യവ്രതൻ മഹാഭക്തനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ കൃതമാല നദിയിൽ സ്നാനാദികൾ കഴിഞ്ഞ് തർപ്പണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അഞ്ജലി ജലത്തിൽ ഒരു മത്സ്യക്കുഞ്ഞു കാണപ്പെട്ടതും അതിനെ ജലത്തിലേക്ക് നിക്ഷേപിച്ചപ്പോൾ അത് സംസാരിച്ചതും തനിക്ക് ഭയമാകുന്നു എന്ന് പറഞ്ഞ് തന്നെ കൊണ്ടുപോകണം, രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ സത്യവ്രത രാജാവ് തന്റെ കമണ്ഡലു ജലത്തില് ആ മത്സ്യത്തെ കൊണ്ടുവന്ന് തന്റെ ഗൃഹത്തില് സ്ഥാപിച്ചതും പെട്ടെന്ന് തന്നെ കമണ്ഡലു നിറഞ്ഞ് ഇനി വേറൊരു ജലാശയം വേണമെന്ന് ആവശ്യപ്പെടുന്നു. കിണറ്റിലേക്ക് മാറ്റുന്നു. പിന്നീട് നിമിഷനേരം കൊണ്ട് കിണർ നിറയുന്നു. മറ്റൊരു സരസ്സിലേക്ക് മാറ്റുന്നു. അങ്ങനെ അനേക സരസ്സുകളിൽ മാറി മാറി അവസാനം സമുദ്രത്തിലേക്ക് വരെ കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോഴാണ് ഇദ്ദേഹത്തിന് ബോധോദയമുണ്ടായത്. ഇത് സാധാരണ മത്സ്യമല്ല, ഇത് തന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഭഗവാൻ തന്നെയാണെന്ന് ഇത്രയും നേരം അറിഞ്ഞിരുന്നില്ല, ഇപ്പോ അറിഞ്ഞു. അതുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് സാക്ഷാൽ നാരായണൻ അവ്യയനാകുന്നു, അല്ലാതെ ഒരു സാധാരണ ജലചരനല്ല. ഞങ്ങളെപ്പോലെയുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ഈ രൂപമെല്ലാം ധരിച്ചിരിക്കുന്നത്. അങ്ങേക്ക് നമസ്കാരം. അങ്ങാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നത്.
ഭക്തന്മാരായ ഞങ്ങൾക്ക് ശരണം പ്രാപിക്കുമ്പോൾ അങ്ങ് തന്നെയാകുന്നു അഭയസ്ഥാനമായിരിക്കുന്നത്, ഞങ്ങളുടെ ഗതിയായിരിക്കുന്നത്. അങ്ങയുടെ ലീലാവതാരങ്ങളെല്ലാം ഭൂതങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയാകുന്നു. അങ്ങ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ രൂപം ധരിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഭഗവാനെ വീണ്ടും വീണ്ടും സ്തുതിച്ചു. അതിന് മറുപടിയായിട്ട് ഭഗവാൻ തന്നെ തന്റെ അവതാര ദൗത്യത്തെക്കുറിച്ച് പറയാൻ പോകുന്നു. അവിടെയാണ് നമ്മൾ എടുക്കാനിരിക്കേണ്ടത്. 31 ശ്ലോകം മുതൽക്ക് കാണാം. ശ്രീശുക ഉവാച ഇതി ബ്രുവാണം നൃപതിം ജഗത്പതിഃ സത്യവ്രതം മത്സ്യവപുരുയുഗക്ഷയേ വിഹർത്തുകാമഃ പ്രളയാർണവേ ബ്രവീത് ചികീർഷുരേകാന്തജനപ്രിയപ്രിയം. ശ്രീശുക ഉവാച ഇതി ബ്രുവാണം നൃപതിം ജഗത്പതിഃ സത്യവ്രതം മത്സ്യവപുരുയുഗക്ഷയേ വിഹർത്തുകാമഃ പ്രളയാർണവേ ബ്രവീത് ചികീർഷുരേകാന്തജനപ്രിയപ്രിയം. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് ഭഗവാന്റെ കഥ തുടരുകയാണ്. ശ്രീശുക ഉവാച ഇതി ബ്രുവാണം നൃപതിം ജഗത്പതിഃ സത്യവ്രതം മത്സ്യവപുർ യുഗക്ഷയേ വിഹർത്തുകാമഃ പ്രളയാർണവേ അബ്രവീത് ചികീർഷുഃ ഏകാന്തജനപ്രിയഃ പ്രിയം. അപ്പോ ഇതി ബ്രുവാണം നൃപതിം സത്യവ്രതം, ഇങ്ങനെ പറയുന്നവനായ രാജാവായ സത്യവ്രത രാജാവിനോട് മത്സ്യവപുഃ ജഗൽപതിഃ, ഭഗവാൻ ജഗൽപതിയാണ്, പക്ഷെ ഇപ്പോ മത്സ്യവപുഃ തന്റെ മത്സ്യ അവതാര രൂപത്തെ ധരിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ മത്സ്യാവതാര രൂപം ധരിച്ചിരിക്കുന്നവനായ ജഗന്നാഥൻ ഭഗവാൻ തന്നോട് ഇപ്രകാരം ഭഗവാന്റെ അവതാര ഈ ഒരു വേഷം കെട്ടിയത് എന്തിനാണ് എന്നുള്ള ചോദ്യം ചോദിച്ചുവല്ലോ. അപ്പം അതിനെ മറുപടി പറയുവാനായിക്കൊണ്ട് മത്സ്യവപുവായ ഭഗവാൻ എന്തിനു വേണ്ടിയാണ് താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ അവതാരം? യുഗക്ഷയേ വിഹർത്തുകാമഃ പ്രളയാർണവേ. യുഗക്ഷയം ഒരു യുഗത്തിന്റെ, ഒരു കാലത്തിന്റെ പ്രളയകാലത്ത്, ക്ഷയകാലത്ത് പ്രളയാർണവേ, പ്രളയജലത്തിൽ, പ്രളയസമുദ്രത്തിൽ വിഹർത്തുകാമഃ, വിഹരിക്കുവാൻ ആഗ്രഹിക്കുന്നവനായിട്ട്, ലീല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനായിട്ട്. അപ്പൊ എന്തിനാ ഭഗവാൻ മത്സ്യവപു ധരിച്ചത് എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. ഭഗവാന്റെ മത്സ്യവപുസ് പ്രളയാർണവത്തിൽ വിഹർത്തുകാമനായിട്ടാണ്, വിഹരിക്കാൻ കാമിച്ചുകൊണ്ട്. എന്തിനാണ്? ലോകത്തിന് കാണിച്ചു കൊടുക്കാനായിക്കൊണ്ട്. പ്രളയകാലത്തും ലോകമെല്ലാം നശിക്കുമ്പോഴും സകല ജീവരാശികളും പ്രളയത്തിൽ ബാധിക്കപ്പെടുമ്പോഴും സ്ഥൂലവും സൂക്ഷ്മവുമായ സകലതും അതിന്റെ കാരണഭാവത്തിലേക്ക്, അവ്യക്തതയിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് പ്രളയം. ആ കാലത്തും ഭഗവാന് യാതൊരു ഹാനിയും ഇല്ല, ഭഗവാന് നാശമില്ല, ഭഗവാൻ മാത്രം ശേഷിക്കുന്നു എന്നത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഉള്ള ലീലയാണിത്. അപ്പൊ പ്രളയാർണവേ വിഹർത്തുകാമഃ, പ്രളയ ജലത്തിൽ വിഹരിക്കുവാൻ ആഗ്രഹിക്കുന്നവനായിട്ട്, അല്ലെ, തന്റെ ചതുശ്ലോകി ഭാഗവതത്തിൽ താൻ എന്ത് പറഞ്ഞുവോ, യോവശിഷ്യേത സോസ്മ്യഹം, എല്ലാം ഇല്ലാതായാലും പ്രളയകാലത്ത് യോ അവശിഷ്യേത, യാതൊരുവൻ ശേഷിക്കുമോ, സഹ അഹമസ്മി, അത് ഞാനാകുന്നു. അപ്പൊ പ്രളയകാലത്തും എല്ലാം നശിച്ചാലും സത്യസ്വരൂപനായ എനിക്ക് മാത്രം നാശമില്ല. ഞാൻ മാത്രമേ മുമ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വർത്തമാനത്തിലും ഈ ജഗത്ത് കാണപ്പെടുമ്പോഴും ഞാൻ മാത്രമേ സത്യമായിട്ടുള്ളൂ. എന്നിൽ നിന്ന് അന്യമായിട്ടൊരു വസ്തു ഇല്ല. ഇതെല്ലാം ഇല്ലാതായാലും ഞാൻ മാത്രമേ ബാക്കിയുണ്ടാവൂ, ശേഷിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിനെ സത്യമാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രളയാർണവത്തിൽ വിഹർത്തുകാമനായ ഭഗവാൻ അബ്രവീത് പറഞ്ഞു. എന്തിനു വേണ്ടി? ചികീർഷുഹു ഏകാന്തജനപ്രിയ പ്രിയം, പ്രിയം ചികീർഷുഹു,
പ്രിയത്തെ ചെയ്യുവാൻ ഇച്ഛിച്ചുകൊണ്ട്, ചികീർഷു എന്ന് പറഞ്ഞാൽ കർത്തും ഇച്ഛു, ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ. അപ്പൊ ആർക്ക്? ഏകാന്തജനപ്രിയ. ഭഗവാൻ ഏകാന്തജനങ്ങളിൽ പ്രിയനാണ്. ഏകാന്തജനങ്ങൾ എന്ന് പറഞ്ഞാല് അന്തേ ഏകം, എല്ലാറ്റിനെയും നീക്കി എല്ലാറ്റിനെയും മാറ്റിവെച്ച് ഇതൊന്നും വേണ്ട എനിക്ക്, ഇതൊന്നും വേണ്ട എനിക്ക്, നേതി 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 എന്ന് പറഞ്ഞ് എല്ലാറ്റിനെയും തള്ളിക്കളഞ്ഞ് ഭഗവാനെ മാത്രം ആശ്രയിക്കുന്നവരാണ് ഏകാന്ത ജനങ്ങൾ, ഏകാന്ത ഭക്തന്മാർ. അങ്ങനെയുള്ള ജനങ്ങളോട് പ്രിയമുള്ളവനാണ് ഭഗവാൻ, അത്യന്തം വാത്സല്യമുള്ളവനാണ്. അനന്യാസ് ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ വേറൊന്നിനെയും ഭജിക്കാതെ, തന്നിൽ നിന്നൊന്നും ആഗ്രഹിക്കാതെ തന്നെ മാത്രം ശരണം പ്രാപിച്ചിരിക്കുന്നവരാണ് ഏകാന്ത ജനങ്ങൾ. അവരോട് പ്രിയമുള്ളവനായ ഭഗവാൻ അവർക്ക് പ്രിയം ചികീർഷു. അപ്പൊ ഇങ്ങനെ ഒരാളാണ് ഈ സത്യവ്രത രാജാവ്. ഭഗവാന്റെ ഉത്തമ ഭക്തനായിട്ടുള്ള ആ സത്യവ്രത രാജാവിന് പ്രിയം ചെയ്യുവാനായിക്കൊണ്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, അബ്രവീത്. അപ്പൊ എന്താണ് ഇനി ഭഗവാൻ പറയുന്നത് നമുക്ക് നോക്കാം. ഭഗവാന്റെ വാക്കുകള്, തന്റെ അവതാര ദൗത്യം എന്താണ്, താൻ എന്തിനു വേണ്ടി മത്സ്യരൂപം ധരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം സത്യവ്രത രാജാവിന് അനാവരണം ചെയ്തു കൊടുക്കുന്നു. ശ്രീ ഭഗവാനുവാച സപ്തമേദ്യതനാദൂർധ്വം അഹനി ഏതദരിന്ദമ നിമങ്ഷ്യത്യപ്യയാംബോധൗ ത്രൈലോക്യം ഭൂർഭുവാദികം. ശ്രീ ഭഗവാനുവാച സപ്തമേ അദ്യതനാദൂർധ്വം അഹനി ഏതദരിന്ദമ നിമങ്ഷ്യതി അപ്യയാംബോധൗ ത്രൈലോക്യം ഭൂർഭുവാദികം. ഭഗവാൻ സത്യവ്രത രാജാവിനോട് പറയുകയാണ്. ശ്രീ ഭഗവാനുവാച സപ്തമേ അദ്യതനാത് ഊർധ്വം അഹനി. അഹനി എത്രാമത്തെ അഹനി? സപ്തമേ അഹനി എന്ന് തുടങ്ങി അദ്യതനാത്, ഊർധ്വം പിന്നീട്, മേലെ എന്നൊക്കർത്ഥം. അപ്പൊ ഇന്ന് മുതൽക്ക് മുകളിൽ, ഏഴാമത്തെ ദിവസം എന്ന് പറയാണ്. അദ്യതനാത് ഊർധ്വം എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽക്ക് പിന്നീട്, ഊർധ്വം. സപ്തമേ അഹനി ഏഴാമത്തെ ദിവസം. ഹേ അരിന്ദമ, അല്ലയോ ശത്രുക്കളെയെല്ലാം ദമിക്കുന്നവനെ. ഇവിടെ ശത്രുക്കൾ ബാഹ്യ ശത്രുക്കൾ മാത്രമല്ല, ആന്തരിക ശത്രുക്കളെ ദമിക്കുന്നവൻ കൂടിയാണ് ഈ സത്യവ്രത രാജാവ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭഗവാന്റെ ദർശനവും ഉപദേശവും എല്ലാം ലഭിക്കുന്നത്. ആ ഒരു ഭാഗ്യം ലഭിക്കുന്നത് അദ്ദേഹം അരിന്ദമനായതുകൊണ്ട് തന്നെ. എന്താണ് ശരിക്കുള്ള അരിക്കൾ? ആരാണ്? കാമക്രോധാദികളാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. അവയുടെ പ്രവേശനദ്വാരം എന്ന് പറയുന്നത്, അവയുടെ വിഹാരദ്വാരം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. അവയെ താലോലിക്കുന്ന നമ്മുടെ മനസ്സാണ്. അപ്പൊ ഇതിനെയൊക്കെ ആരാണോ ദമിക്കുന്നവൻ, അവനാണ് യഥാർത്ഥ അരിന്ദമൻ. 6 ശത്രുക്കളെ നിയന്ത്രിച്ചിരിക്കുന്നവൻ. കാമക്രോധ ലോപമോഹ മത മാത്സര്യാദികളും, അതല്ലെങ്കിൽ 5 ഇന്ദ്രിയങ്ങളും മനസ്സുമാകുന്ന 6 ശത്രുക്കളെ വേണ്ടതുപോലെ ദമിച്ചവനാണ് അരിന്ദമൻ. അപ്പൊ അതുകൊണ്ട് ഹേ അരിന്ദമ, ഇന്നേക്ക് 7 ദിവസങ്ങൾ കഴിയുമ്പോൾ ഏതത് നിമങ്ഷ്യതി അപ്യയാംബോധൗ ത്രൈലോക്യം ഭൂർഭുവാദികം. ഏതത് ഭൂർഭുവാദികം ത്രൈലോക്യം. ഈ ഭൂഹു ഭുവഹ മുതലായ ത്രൈലോക്യങ്ങൾ. ഇനിയിപ്പോ ആദികം എന്ന് പറഞ്ഞാൽ സ്വഹ എന്നുള്ള 3ാമത്തെ ലോകം മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ഭൂർഭുവ സ്വഹ എന്ന് അറിയപ്പെടുന്നതായിട്ടുള്ള ത്രൈലോക്യം, 3 ലോകങ്ങളും അപ്യയാംബോധൗ നിമങ്ഷ്യതി. അപ്യയം എന്ന് പറഞ്ഞാൽ പ്രളയം. അപ്യയ അംബോധൗ, അപ്യയാംബോധൗ പ്രളയ സമുദ്രത്തിൽ. അംബോധി അംബോനിധി സമുദ്രം. അപ്പൊ പ്രളയജലത്തിൽ, പ്രളയ സമുദ്രത്തിൽ നിമങ്ഷ്യതി. നിമങ്ഷ്യതി നിമജ്ജനം ചെയ്തു പോകും, മുങ്ങിപ്പോകും. ഭാവി ക്രിയയാണ് പറഞ്ഞത്. നിമങ്ഷ്യതി, 7ാം ദിവസം മുങ്ങിപ്പോകും കേട്ടോ എന്ന് വാണിംഗ് കൊടുക്കുകയാണ്, സൂചന കൊടുക്കുകയാണ്. ഇന്നേക്ക് 7ാം ദിവസം
ഈ ഭൂമി, ഭൂർഭുവ, സ്വഹ മുതലായിട്ടുള്ള 3 ലോകങ്ങളും പ്രളയജലത്തിൽ താഴ്ന്നു പോകും. സപ്തമേദ്യതനാദൂർധ്വം അഹനി ഏതരിന്ദമ നിമംഷ്യത്യപ്യയാംബോധൗ ത്രൈലോക്യം ഭൂർഭുവാദികം. ത്രിലോക്യാം ലീയമാനായാം സംവർത്താംഭസി വൈ തദ് ഉപസ്ഥാസ്യതി നൗകാചിത് വിശാലാ ത്വാം മയേരിത. ത്രിലോക്യാം ലീയമാനായാം സംവർത്താംഭസി വൈ തദ് ഉപസ്ഥാസ്യതി നൗകാചിത് വിശാലാ ത്വാം മയേരിത. കഥ തുടരുന്നു. ത്രിലോക്യാം ലീയമാനായാം സത്യാം. സതിസപ്തമി എന്ന പ്രയോഗമാണ്. ത്രിലോക്യാം ലീയമാനായാം സത്യാം എന്നുകൂടി ചേർത്ത് നമ്മൾ എടുക്കണം. 3 ലോകങ്ങളും ലീനമായി കഴിയുമ്പോൾ എന്നർത്ഥം. അപ്പൊ 3 ലോകങ്ങളും പ്രളയജലത്തിൽ ലയിച്ചു കഴിയുമ്പോൾ എവിടെ, അതാണ് സംവർത്താംബസി എന്നും കൂടി പറഞ്ഞു. സംവർത്തം എന്ന് പറഞ്ഞാല് പ്രളയം തന്നെയാണ്. എല്ലാം മടങ്ങിപ്പോകുന്ന അവസ്ഥ, സമ്യക്കായി ആവർത്തിക്കുന്ന അവസ്ഥ, അതിന്റെ എന്താ പറയുക, സ്രോതസ്സിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് സംവർത്തം. അപ്പോ സംവർത്ത അംബസി എന്ന് പറഞ്ഞാൽ പ്രളയ ജലേ എന്നർത്ഥം. അതിൽ 3 ലോകങ്ങളും ലീയമാനായാം സത്യാം തഥാ, അപ്പോൾ കാചിത് വിശാലാ നൗഹു ത്വാമുപസ്ഥാസ്യതി. കാചിത് ഏതോ ഒരു അത്ഭുതകരമായിട്ടുള്ള, അനിർവചനീയമായിട്ടുള്ള ഏതോ ഒരു നാളെ കാചിത് എന്ന് പറഞ്ഞാൽ, അപ്പൊ അതെന്താണെന്ന് നമ്മൾ പിന്നീട് ചിന്തിച്ചെടുത്തോളണം. അപ്പൊ കാചിത് വിശാലാ നൗഹു, വളരെ വിശാലമായിരിക്കുന്ന ഒരു നൗഹു. നൗഹു എന്ന് പറഞ്ഞാൽ നൗക, തോണി, കപ്പൽ എന്നൊക്കെ അർത്ഥമാണ്. ഒരു നാവം. ത്വാം ഉപസ്ഥാസ്യതി, നിന്റെ അടുത്തേക്ക് വരും. ഉപസ്ഥാസ്യതി എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് വരലാണ്. ആരുടെ അടുത്തേക്ക്? ത്വാം ഉപസ്ഥാസ്യതി, നിന്റെ അടുത്തേക്ക് വരും. ആരാണത് അയക്കുന്നത്? ഈ വിശാലയായ നൗ മയാ ഈരിത. മയേരിത എന്ന് പറഞ്ഞാൽ മയാ ഈരിത, എന്നാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ട്. അല്ലെങ്കിലും ഈ ലോകത്തിൽ നടക്കുന്ന സകല ചലനങ്ങളുടെയും പ്രേരകൻ ആരാണ്? ഇവിടെ ഭഗവാന്റെ പ്രേരണ കൂടാതെ സൂര്യൻ ഉദിക്കുന്നില്ല, അല്ലെ? കാറ്റു വീശുന്നില്ല, അഗ്നി ചൂടുള്ളതായിരിക്കുന്നില്ല, ജലമൊഴുകുന്നില്ല, മഴ പെയ്യുന്നില്ല, ഒരു ഇല പോലും അനങ്ങുന്നില്ല. അപ്പൊ ഈ ലോകത്തിൽ നടക്കുന്നതെല്ലാം മയേരിത എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ്, എന്റെ പ്രേരണ കൊണ്ടാണ് എല്ലാം നടക്കുന്നത്. നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്നതെല്ലാം, നമ്മുടെ നേർക്ക് സംഭവിക്കുന്നതെല്ലാം അങ്ങനെ കാണാൻ കഴിഞ്ഞാലോ രക്ഷപ്പെട്ടു. നമുക്ക് എന്തെന്നില്ലാത്ത ശാന്തി ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല അനുഭവങ്ങളും മയേരിത, ഭഗവതാ ഈരിത, ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ്, ഭഗവാന്റെ ഇച്ഛയാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ വ്യക്തമായി പറയുന്നു, എന്നാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ട് ഒരു തോണി ആ പ്രളയകാലത്ത് നിന്റെ അടുത്തേക്ക് വരും കേട്ടോ. അപ്പൊ എല്ലാം പ്രളയത്തിൽ പോകും, പക്ഷെ നീ ബാക്കി ഉണ്ടാവും. നിന്റെ അടുത്തേക്ക് ഞാനൊരു തോണി അയക്കാം. ഇതാണ് പറഞ്ഞത്. ത്രിലോക്യാം ലീയമാനായാം സംവർത്താംഭസി വൈ തദ് ഉപസ്ഥാസ്യതി നൗകാചിത് വിശാലാ ത്വാം മയേരിതാം. ത്വം താവദോഷധീ സർവാ ബീജാന്യുച്ചാവചാനി ച സപ്തർഷിഭിഃ പരിവൃതഃ സർവസത്വോപബൃംഹിതഃ. ത്വം താവദോഷധീ സർവാഃ ബീജാന്യുച്ചാവചാനി ച സപ്തർഷിഭിഃ പരിവൃതഃ സർവസത്വോപബൃംഹിതഃ. ആരുഹ്യ ബൃഹതീം നാവം വിചരിഷ്യസ്യ വിക്ലവഃ ഏകാർണവേ നിലാലോകേ ഋഷീണാമേവ വർച്ചസാം. ആരുഹ്യ ബൃഹതീം നാവം വിചരിഷ്യസ്യ വിക്ലവഃ ഏകാർണവേ നിലാലോകേ ഋഷീണാമേവ വർച്ചസാം. അപ്പൊ ഇനി ആ സമയത്ത് നീ എന്ത് ചെയ്യണം? ആര്? സത്യവ്രത രാജാവ് എന്ത് ചെയ്യണം എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് ഭഗവാൻ, മത്സ്യരൂപിയായ ഭഗവാൻ.
ത്വം താവത് ഓഷധീഹി സർവാഹ ബീജാനി ഉച്ഛാവചാനി ച സപ്തർഷിഭിഃ പരിവൃതഃ സർവസത്വോപബൃംഹിതഃ. ത്വം നീയ് താവത് അപ്പോൾ എന്നർത്ഥം. ആ സമയത്ത് തോണി നിന്റെ അടുത്തേക്ക് വരുമ്പോൾ സർവാഹ ഓഷധീഹി എല്ലാ ഓഷധികളെയും അതുപോലെ ഉച്ഛാവചാനി ബീജാനിച്ച ഉച്ചങ്ങളും അപചങ്ങളുമായ ബീജങ്ങളെയും ചെറുതും വലുതുമായിരിക്കുന്ന ഉത്കൃഷ്ടങ്ങളും നികൃഷ്ടങ്ങളും എന്ന് നമ്മൾ വ്യവഹരിക്കുന്നതായിട്ടുള്ള എല്ലാ സസ്യലതാദികളുടെയും ബീജങ്ങൾ, സസ്യലതാദികൾ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും മനുഷ്യരുടെയും സകലരുടെയും ബീജങ്ങളെ നീ സ്വീകരിച്ചുകൊണ്ട് സപ്തർഷിഭിഃ പരിവൃതഃ സപ്തർഷികളാൽ ചുറ്റപ്പെട്ടവനായിട്ട് ആ നാവത്തില് സപ്തർഷികളും ഉണ്ടാകും. സപ്തർഷികളോട് കൂടിയിട്ടാണ് ആ നാവം വരിക. അപ്പൊ സപ്തർഷികളോടുകൂടെ സർവസത്വ ഉപബൃംഹിതഃ എല്ലാ സർവങ്ങളായ സത്വങ്ങളാലും എല്ലാ ബലങ്ങളാലും അഭിവൃദ്ധിപ്പെട്ടവനായിട്ട് എല്ലാ ശക്തിയോടും ഐശ്വര്യത്തോടും കൂടിയവനായിട്ട് എന്നൊക്കെ അർത്ഥം. എല്ലാ സത്വങ്ങളാലും അഭിവൃദ്ധിപ്പെട്ടവനായിട്ട് അങ്ങെന്ത് ചെയ്യണം? ആരുഹ്യ ബൃഹതീം നാവം വിചരിഷ്യസി അവിക്ലവഃ. ബൃഹതീം നാവം ആരുഹ്യ ആ ബൃഹത്തായിരിക്കുന്ന വളരെ വിശാലമായിരിക്കുന്ന ആ തോണിയിലേക്ക് അങ്ങ് ആരോഹണം ചെയ്ത് ആരുഹ്യ അവിക്ലവഃ വിചരിഷ്യസി. അവിക്ലവഃ എന്ന് പറഞ്ഞാൽ യാതൊരു വൈക്ലവ്യവും കൂടാതെ, യാതൊരു തരത്തിലുള്ള വ്യാകുലതയും കൂടാതെ, ഒരു ദൈന്യവും കൂടാതെ പരമസന്തുഷ്ടനായിട്ട് സ്വതന്ത്രനായിട്ട് അങ്ങ് വിചരിഷ്യസി വിചരിക്കും. ആ പ്രളയജലത്തിൽ തോണിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും അങ്ങക്ക് പേടിയൊന്നും ഉണ്ടാവില്ല, ഭയമൊന്നും ഉണ്ടാവില്ല, ഒരു തരത്തിലുള്ള പാരവശ്യവും അങ്ങേക്കുണ്ടാവില്ല. അവിക്ലവനായി സഞ്ചരിക്കും. എങ്ങനെയുള്ള അവസ്ഥയില്? ഏകാർണവേ നിരാലോകേ. നിരാലോകേ ഏകാർണവേ. നിരാലോകം എന്ന് പറഞ്ഞാൽ ആലോകം എന്ന് പറഞ്ഞാൽ പ്രകാശമുള്ളത്, ലോകനം ചെയ്യാനുള്ള കഴിവുള്ളത്, കാണാൻ കഴിവുള്ളതാണ് ലോകം. അത് നിരാലോകം. ആലോകനം ചെയ്യാൻ അഥവാ കാണാൻ കഴിവില്ലാത്ത ഇരുട്ടടഞ്ഞതായിട്ടുള്ള കാലം. പ്രളയകാലത്ത് വെളിച്ചമൊന്നുമില്ല. അപ്പൊ നിരാലോകേ ഏകാർണവേ. ഏകാർണവെന്ന് പറഞ്ഞാൽ ഒരേ ഒരു സമുദ്രമായിരിക്കണം എല്ലാം. സകല എവിടെ നോക്കിയാലും ജലം മാത്രം, ബാക്കി ഒന്നും ഒരു വസ്തുവും കാണാനില്ല, എല്ലാം ലയിച്ചിരിക്കുന്ന അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ഇരുട്ട് നിറഞ്ഞ ശൂന്യമായിട്ടുള്ള അവസ്ഥയിൽ എല്ലായിടത്തും എവിടെ നോക്കിയാലും ഒരു ജലപ്രളയം പോലെ കാണപ്പെടുന്നതായിട്ടുള്ള അവസ്ഥയിൽ ഋഷീണാം വർച്ചസായേവ അവിക്ലവഃ വിചരിഷ്യസി. ഋഷീണാം വർച്ചസ ആ ഋഷികളുടെ വർച്ചസ് എന്ന് പറഞ്ഞാൽ അവരുടെ ദേഹകാന്തി, അവരുടെ ശോഭ, അവരുടെ തേജസ്. അപ്പൊ കൂടെയിരിക്കുന്ന സപ്തർഷികളുടെ വർച്ചസ് അറിവ് അഥവാ പ്രകാശം, അവരുടെ തേജസ് ചൈതന്യം, അത് കൂടെ ഉണ്ടാവും. ആ തേജസ്സോടുകൂടെ അങ്ങ് ഈ പ്രളയജലത്തിൽ സഞ്ചരിക്കും, ഭയം കൂടാതെ അവിക്ലവനായി സഞ്ചരിക്കും. അല്ലേ? നമ്മൾ ഓരോരുത്തരും ഈ പ്രളയകാലത്ത് ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ശരീരം നശിച്ചു പോകുമ്പോഴും നമുക്കൊരു പ്രളയമാണ്, നമ്മൾ മരിക്കുന്നതൊരു പ്രളയമാണ്. ഇനി പ്രകൃതിയുടെ പ്രളയം, പ്രാകൃതിക പ്രളയം, അല്ലെങ്കിൽ ബ്രഹ്മദേവൻ ഉറങ്ങുന്നത് നൈമിത്തിക പ്രളയം, ഇങ്ങനെ പല പ്രളയങ്ങളുണ്ട്. ഈ പ്രളയങ്ങളിലൊക്കെ നമ്മൾ എന്താ ചെയ്യണത്? നമ്മുടെ മരണം സംഭവിക്കുമ്പോഴും നമ്മൾ നമ്മുടെ വാസനാബീജങ്ങളെ എല്ലാം സംഭരിച്ചുകൊണ്ട് നമ്മുടെ ജന്മജന്മാന്തരങ്ങളിൽ ആർജിച്ച ജ്ഞാനം, അതാണ് സപ്തർഷികൾ എന്നിവിടെ സമഷ്ടിയിൽ പറയുന്നത്. സമഷ്ടിജ്ഞാനത്തെയാണ് സപ്തർഷികൾ. നമ്മുടെ വ്യഷ്ടിയിൽ നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള അറിവ്, ബോധം, ആ ജ്ഞാനത്തോടുകൂടി നമ്മൾ എല്ലാം സംഗ്രഹിച്ച ഭാവത്തില് കഴിഞ്ഞുകൂടുകയാണ്, അവ്യക്തമായിട്ടുള്ള ഭാവത്തിൽ. അതാണ് നിരാലോകം. ഒന്നും കാണാൻ പറ്റാത്ത ഏകാർണവേ, ഒന്നുമില്ലാത്ത ശൂന്യപ്രായമായിട്ടുള്ള അവസ്ഥയിൽ കാരണജലത്തിൽ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നു. ആ ഋഷിമാരുടെ പ്രഭാവത്തോടുകൂടെ, അവരുടെ തേജസ്സോടുകൂടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ബോധം ഉണ്ടാകും, ചൈതന്യമുണ്ടാകും.
ആ ചൈതന്യത്തോടുകൂടെ പൂർവജന്മാർജിതമായ ജ്ഞാനത്തോടുകൂടെ നമ്മൾ ആ പ്രളയകാലത്ത് ശേഷിക്കുന്നു. അപ്പോൾ അതിന്റെ സമഷ്ടിയാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ വ്യഷ്ടിയെ ചിന്തിച്ചാൽ നമുക്ക് സമഷ്ടിയെ വേണ്ട പോലെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് എന്താണോ പ്രളയകാലത്ത് സംഭവിക്കുന്നത് അതുതന്നെയാണ് ഈ പ്രപഞ്ച ശരീരത്തിനും സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നീ സഞ്ചരിക്കും. ദോദൂയമാനാം താം നാവം സമീരേണ ബലീയസ ഉപസ്ഥിതസ്യ മേ ശൃംഗേ നിബദ്ധ്നീഹി മഹാഹിനാം. ദോധൂയമാനാം താം നാവം സമീരേണ ബലീയസ ഉപസ്ഥിതസ്യ മേ ശൃംഗേ നിബദ്ധ്നീഹി മഹാഹിനാം. അങ്ങനെ നിങ്ങൾ ആ വഞ്ചിയിൽ തോണിയിൽ സഞ്ചരിക്കുമ്പോൾ ബലീയസാ സമീരേണ ദോദൂയമാനാം താം നാവം. സമീരണൻ എന്നൊക്കെ പറഞ്ഞാൽ വായു, അന്തരീക്ഷ വായു. സമ്യക്കായി ഈരണം ചെയ്യുന്നവൻ, നന്നായി എല്ലാവരെയും പിടിച്ചു കുലുക്കുന്നവൻ, എല്ലാവരെയും പ്രേരിപ്പിക്കുന്നവൻ, ചലിപ്പിക്കുന്നവൻ ഒക്കെ അർത്ഥമാണ് സമീരണൻ. വീശിക്കൊണ്ടേയിരിക്കണം, എല്ലാവരെയും അനക്കിക്കൊണ്ടിരിക്കുന്നവൻ. പ്രാണൻ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം. പ്രകർഷേണ അന്യതേരി പ്രാണഹ, എല്ലാവരെയും അനക്കുന്നവനാണ്. അന്യതേ എന്ന് പറഞ്ഞാല് അനക്കുക എന്നാണ്. ഇവിടെ ഈരണം ചെയ്യുക എന്ന് പറഞ്ഞാലും പ്രേരിപ്പിക്കുക, ചലിപ്പിക്കുക, സഞ്ചരിപ്പിക്കുക. സ്വയം സഞ്ചരിച്ചുകൊണ്ട് എല്ലാവരെയും സഞ്ചരിപ്പിക്കുന്നവനാണ് ഈ പ്രാണൻ അഥവാ വായു. അപ്പൊ ആ സമീരൻ, എങ്ങനെയുള്ള സമീരൻ? ബലീയസ. ആ കാലത്ത് അവർക്ക് നല്ല കാറ്റടിക്കും, ശക്തമായിട്ടുള്ള കാറ്റടിക്കും. ആ ബലീയസായ സമീരേണ ദോദൂയമാനാം താം നാവം. ദോദൂയമാനം എന്ന് പറയുമ്പോൾ ഇളകിക്കൊണ്ടിരിക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാനമാടപ്പെടുന്നതായിട്ടുള്ള ആ തോണിയെ, ആ തോണി ഇങ്ങനെ കുലുങ്ങിക്കൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുമ്പോൾ പേടിയാവും നിങ്ങൾക്ക് ചിലപ്പോ. ആ സമയത്ത് നിങ്ങളുടെ രക്ഷകനായിട്ട് ഞാൻ വരും. അതാണ് ഉപസ്ഥിതസ്യ മേ ശൃംഗേ. ഉപസ്ഥിതൻ, നിങ്ങളെ സമീപിക്കുന്നവൻ, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവനായിട്ട് മേ, എന്റെ മമ ശൃംഗേ, എന്റെ കൊമ്പിൽ. ഞാനൊരു ഒറ്റക്കൊമ്പൻ മത്സ്യമായിട്ട് വരും. അപ്പോൾ എന്റെ കൊമ്പിലേക്ക് മഹാഹിന നിബദ്ധ്നീ, മഹാ അഹിയാൽ നല്ലതുപോലെ ബന്ധിച്ചോളൂ. ത്വം നിബദ്ധ്നീഹി, നീ ബന്ധിക്കണം. അപ്പൊ മഹാഹി എന്താണ് ഇവിടെ? വാസുകി. വാസുകി എന്ന മഹാപാമ്പിനെ, സർപ്പത്തെ കൊണ്ട് ഈ തോണിയെ എന്റെ കൊമ്പിലേക്ക് നീ ബന്ധിക്കേണ്ടതാണ്, ഈശ്വരനുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതാണ്. നിബദ്ധ്നീഹി, നിതരാം ബദ്ധ്നീഹി, നന്നായി ബന്ധിച്ചോളൂ. അഹം ത്വാം ഋഷിഭിഃ സാകം സഹനാവം ഉദന്മതി വികർഷൻ വിചരിഷ്യാമി യാവത് ബ്രാഹ്മീ നിശാ പ്രഭോ. അഹം ത്വാം ഋഷിഭിഃ സാകം സഹനാവം ഉദന്മതി വികർഷൻ വിചരിഷ്യാമി യാവത് ബ്രാഹ്മീ നിശാ പ്രഭോ. അഹം, ഞാൻ, ത്വാം, നിന്നെ, ഋഷിഭിഹി സാകം, ഋഷികളോടുകൂടെ, സഹനാവം, ആ തോണിയോടും കൂടെ, ഉദന്വതി വികർഷൻ വിചരിഷ്യാമി. ഉദന്വതി, ഉദന്വാൻ എന്നാൽ സമുദ്രം, ധാരാളം വെള്ളമുള്ളവൻ, ഉദകമുള്ളവൻ, ഉദന്വാൻ. അതിന്റെ സപ്തമി ഉദന്വതി. ഭഗവാൻ ശബ്ദത്തിന്റെ സപ്തമി ഭഗവതി, ഗുണവാൻ, ഗുണവതി എന്ന് പറയുമ്പോൾ ഇവിടെ ഉദന്വാൻ, ഉദന്വതി സപ്തമി, സമുദ്രത്തിൽ എന്നർത്ഥം. അപ്പോ സമുദ്രത്തിൽ നിങ്ങളെല്ലാം വികർഷൻ, വലിച്ചഴച്ചുകൊണ്ട്, അഹം വിചരിഷ്യാമി, ഞാൻ വിശേഷേണ ചരിക്കും, ഞാൻ സഞ്ചരിക്കും. എത്ര കാലം? യാവത് ബ്രാഹ്മീ നിശാ, യാവത് എത്ര കാലമാണോ, ബ്രാഹ്മീ നിശ. ബ്രാഹ്മീ നിശ, ബ്രഹ്മാവിന്റെ രാത്രി. ഏതാണ് ബ്രഹ്മാവിന്റെ രാത്രി? നൈമിത്തിക പ്രളയം തന്നെ. അപ്പൊ അവാന്തര, എന്താ പറയാ, മന്വന്തരങ്ങളുടെ ഇടയിലുള്ളതായിട്ടുള്ള പ്രളയമേ അല്ല. ഉറപ്പിച്ചോളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉറപ്പിച്ച് കാണിച്ചു തന്നു. ഇതാ വീണ്ടും തെളിവ്. ഇനി ആരും ഇടയിൽ പറയരുത്, ഇനി ആരും ചോദിക്കരുത്, അല്ലേ? ഇത്
നൈമിത്തിക പ്രളയം തന്നെയാണ്. യാവത് ബ്രാഹ്മീ നിശ, ബ്രഹ്മാവിന്റെ നിശ എത്ര കാലമാണോ അത്രയും കാലം, നേരം വെളുക്കും വരെ, നൈമിത്തിക പ്രളയം കഴിയും വരെ, പ്രഭോ അല്ലയോ ശക്തനായിരിക്കുന്ന രാജാവേ എന്നുള്ള അർത്ഥത്തിൽ പ്രഭോ എന്ന്. അപ്പോ നിന്നെയും ഋഷിമാരെയും ഈ നാവത്തെയും പ്രളയജലത്തിൽ ബ്രഹ്മാവിന്റെ രാത്രി കഴിയുവോളം ഞാൻ വലിച്ചഴച്ചുകൊണ്ട് സഞ്ചരിക്കും. ധൈര്യമായിട്ടിരുന്നോളൂ, ഞാൻ കൈവിടില്ല. രാത്രി ഞാൻ കൂടെയുണ്ട്. നമ്മുടെയൊക്കെ കൂടെ ഭഗവാൻ രാത്രികളിൽ ഉണ്ട് അല്ലെ? എല്ലാ രാത്രിയിലും നമ്മുടെ കൂടെയുണ്ട്. രാത്രി മാത്രമല്ല, പകലും ഉണ്ട്. പകല് നമ്മൾ അറിയുന്നില്ല, രാത്രി ഒട്ടും അറിയുന്നില്ല. അറിയാനാണ് ഈ കഥയൊക്കെ പഠിക്കുന്നത്. പകലും നമ്മുടെ കൂടെ നമ്മളെ എല്ലാറ്റിലും പ്രേരിപ്പിച്ചുകൊണ്ട് അല്ലേ? ഭൂതൈർ മഹദ്ഭിർയിമാ പുരോ വിഭു നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക. അങ്ങനെയുള്ള ഭഗവാൻ യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ ഹസ്തചരണശ്രവണത്വകാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഇങ്ങനെ എപ്പോഴും നമ്മളുടെ ഏതവസ്ഥയിലും, ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ആ ഭഗവാൻ നമ്മളെ ഒരിക്കലും കൈവിടുന്നില്ല. ബാക്കി ആരൊക്കെ കൈവിട്ടാലും ഭഗവാൻ നമ്മളെ കൈവിടുന്ന പ്രശ്നം ഇല്ല. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും. അറിഞ്ഞാൽ നല്ലത്, അറിഞ്ഞില്ലെങ്കിൽ അനുഭവിക്കാം. മദീയം മഹിമാനം ച പരം ബ്രഹ്മേതി ശബ്ദിതം വേൽസ്യസി അനുഗൃഹീതം മേ സംപ്രശ്നൈർവിവൃതം ഹൃദി. മദീയം മഹിമാനം ച പരം ബ്രഹ്മേതി ശബ്ദിതം വേൽസ്യനുഗൃഹീതം മേ സംപ്രശ്നൈർവിവൃതം ഹൃദി. അങ്ങനെ എന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ നീ എന്നോട് ചോദ്യങ്ങളെല്ലാം ചോദിക്കും. അതാണ് സംപ്രശ്നൈഹി മേ വിവൃതം അനുഗൃഹീതം പരം ബ്രഹ്മ ഇതി ശബ്ദിതം മദീയം മഹിമാനം ഹൃദി വേൽസ്യസി. സംപ്രശ്നൈഹി മേ വിവൃതം, സമ്യക്കായ പ്രശ്നങ്ങൾ നിങ്ങൾ ചോദിക്കും. നീയും സപ്തർഷികളും ഒക്കെ ചോദിക്കും. അപ്പോൾ മേ വിവൃതം, മേ വിവൃതം എന്ന് പറഞ്ഞാൽ എന്നാൽ വിവരണം ചെയ്യപ്പെടുന്നത്, എന്നാൽ അനാവരണം ചെയ്യപ്പെടുന്നത്, ഞാൻ നിങ്ങൾക്ക് പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള അനുഗ്രഹീതം പരംബ്രഹ്മ ഇതി ശബ്ദിതം, അനുഗ്രഹിക്കപ്പെടുന്നതായിട്ടുള്ള പരംബ്രഹ്മ എന്നറിയപ്പെടുന്ന ആ ശബ്ദം എന്നുവെച്ചാൽ ബ്രഹ്മതത്വം, പരമാർത്ഥ തത്വം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. അപ്പൊ മദീയം മഹിമാനം ഹൃദി വേൽസ്യസി, എന്റെ മഹിമയെ, എന്റെ യഥാർത്ഥ മഹിമയെ, എന്റെ സ്വരൂപത്തെ, എന്റെ വലുപ്പത്തെ ഹൃദി വേൽസ്യസി, അങ്ങേക്ക് ഹൃദയത്തിൽ അറിയാം. വെൽസ്യസി എന്ന് പറഞ്ഞാൽ ഭാവി, അങ്ങേക്ക് അറിയാൻ കഴിയും. യു വിൽ നോ. അപ്പൊ അങ്ങ് ഹൃദയത്തിൽ അറിയാൻ കഴിയും. അപ്പോ ഈ പ്രളയകാലത്ത് അങ്ങ് ഈ തോണിയിലിരുന്നു കൊണ്ട് ആ തോണിയെ കെട്ടിവലിക്കുന്ന മത്സ്യരൂപിയായ എന്നോട് പല ചോദ്യങ്ങളും ചോദിക്കും. ആ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ വിശദമായി നിങ്ങൾക്ക് ഉത്തരം തരും. അതിലൂടെ ബ്രഹ്മതത്വം ഞാൻ നിങ്ങൾക്ക് വെളിവാക്കിത്തരും. ആ പരംബ്രഹ്മ ഇതി ശബ്ദിതം മദീയം മഹിമാനം, എന്റെ ആ മഹിമയെ നിങ്ങൾ ഹൃദയത്തിൽ അറിയും. അപ്പോ അങ്ങനെ പ്രളയകാലത്ത് സത്യവ്രത രാജാവിന് ഭഗവാൻ മത്സ്യരൂപിയായി ഉപദേശിച്ച ആ പുരാണമാണ് മത്സ്യപുരാണം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ മത്സ്യപുരാണം ഇത് തന്നെ വേദത്തിന്റെ വ്യാഖ്യാനം തന്നെ, പരബ്രഹ്മ തത്വത്തിന്റെ വ്യാഖ്യാനം തന്നെയാണ്, ഭഗവാന്റെ മഹിമ തന്നെയാണ് അതിൽ വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള മത്സ്യപുരാണത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. പ്രളയകാലത്ത് ഞാൻ നിനക്ക് നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി ബ്രഹ്മതത്വം ഉപദേശിക്കും. നീ എന്റെ മഹിമയെ അറിയും. ഇത്തമാദിശ്യ രാജാനം ഹരിരന്തരധീയത സോന്വവൈക്ഷതം കാലം യം ഹൃഷീകേശ ആദിശത്.
ഇത്തമാദിശ്യ രാജാനം ഹരിരന്തരധീയത സോന്വവൈക്ഷത തം കാലം യം ഹൃഷീകേശ ആദിശത്. ഇത്തം ആദിശ്യ രാജാനം ഹരിഹി അന്തരധീയത. ഇത്തം ഇപ്രകാരം രാജാനം ആദിശ്യ രാജാവിനോട് ആദേശിച്ച് ഉപദേശിച്ച് പറഞ്ഞുകൊടുത്ത് ഹരിഹി അന്തരധീയത ഹരി അന്തർദാനം ചെയ്തു. ആ മത്സ്യരൂപിയായ ഹരിയെ പിന്നെ കാണാനില്ല, അന്തർദാനം ചെയ്തു. സഹ അന്വൈക്ഷത തം കാലം യം ഹൃഷീകേശ ആദിശത്ത്. സഹ എന്ന് പറഞ്ഞാൽ ഇവിടെ സത്യവ്രത രാജ. ആ രാജാവ് യം ഋഷികേശ ആദിശത്, ഏതൊരു കാലത്തെ കുറിച്ചാണോ ഋഷികേശൻ ഭഗവാൻ, ഇന്ദ്രിയങ്ങളുടെ എല്ലാം ഈശ്വരനായിരിക്കുന്ന ഭഗവാൻ ഉപദേശിച്ചത്, തം കാലം അന്വൈക്ഷത. തം കാലം ആ കാലത്തെ അവൈക്ഷത നിരന്തരം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ കാലം വരാനായിക്കൊണ്ട് അദ്ദേഹം വളരെ ശ്രദ്ധയോടെ കാത്തിരുന്നു. കാരണം അധിക ദിവസമില്ല, 7-ാം ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നേക്ക് സപ്തമേ അഹനി എന്ന്. അപ്പൊ ആ 7 ദിവസവും ഇദ്ദേഹം വളരെ ശ്രദ്ധയോടെ കാത്തിരുന്നു, ഭക്തിയോടെ കാത്തിരുന്നു ഭഗവാനെ വീണ്ടും കാണാൻ, ഭഗവാന്റെ ആ മത്സ്യാവതാര ലീലകൾ നേരിട്ട് കാണാൻ, ഭഗവാനിൽ നിന്ന് തന്നെ ആ ബ്രഹ്മതത്വം പുരാണ രൂപത്തിൽ ഉപദേശിച്ച് കേൾക്കാൻ. ഇത്രയും കാത്തിരിപ്പായിരുന്നു. അന്വവൈക്ഷത, അനു പ്ലസ് അവൈക്ഷത, അവ പ്ലസ് ഈക്ഷത, അവൈക്ഷത അല്ലെങ്കിൽ ഐക്ഷത, ഈക്ഷിച്ചു, കാത്തിരുന്നു. അത് അനു കൂടി ചേർത്തു. തുടർച്ചയായിട്ട് നിരന്തരം കാത്തുകൊണ്ടേയിരുന്നു. ഒരു നിമിഷം പോലും അദ്ദേഹത്തിന്റെ ഉള്ളില് ഭഗവാനെ മറന്നിട്ടില്ല എന്നർത്ഥം. ആസ്തീര്യദർഭാൻ പ്രാക്കൂലാൻ രാജർഷിഃ പ്രാഗുദങ്മുഖഃ നിശസാദഹരേഃ പാദൗ ചിന്തയൻ മത്സ്യരൂപിണഃ. ആസ്തീര്യദർഭാൻ പ്രാക്കൂലാൻ രാജർഷിഃ പ്രാഗുദങ്മുഖഃ നിശസാദഹരേഃ പാദൗ ചിന്തയൻ മത്സ്യരൂപിണഃ. അപ്പോ ഭഗവാനെ തന്നെ ധ്യാനിച്ചിരിക്കുന്ന ആ രാജാവിന്റെ ഒരു ഭാവത്തെ വർണ്ണിക്കുകയാണ്. അദ്ദേഹം രാജഋഷിയാണ്. ഒരേ സമയം രാജാവിന്റെ ധർമ്മം നിർവഹിക്കുമ്പോഴും ഋഷിതുല്യനായ നിസ്സംഗതയെ അദ്ദേഹം ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു. ഋഷിതുല്യനായ ജ്ഞാനം ഉള്ളവനായിരുന്നു, ചിത്തശുദ്ധി ഉള്ളവനായിരുന്നു. അങ്ങനെയുള്ള ആ രാജർഷി എന്ത് ചെയ്തു? ദർബാൻ ആസ്തീര്യ പ്രാക്കൂലാൻ. പ്രാക്കൂലാൻ എന്ന് പറഞ്ഞാൽ പ്രാക്ക് എന്ന് പറഞ്ഞാൽ കിഴക്കാണ്, അതിലേക്ക് കൂലം അനുകൂലം എന്ന് വെച്ചാൽ അഭിമുഖം എന്നർത്ഥം. അപ്പൊ കിഴക്കോട്ട് അഭിമുഖമായിരിക്കുന്ന ദർഭകളെ ആസ്തീര്യ വിരിച്ചിട്ട്, ആസ്തരണം ചെയ്യാന്ന് പറഞ്ഞാൽ വിരിക്കുക, വിരിച്ചിട്ട് പ്രാഗുദങ്മുഖ. പ്രാഗ് ഉദങ്. പ്രാക്ക് എന്ന് പറഞ്ഞാൽ കിഴക്കാണ്, ഉദക്ക് വടക്കാണ്. അപ്പൊ കിഴക്ക് വടക്കോട്ട് അഭിമുഖമായിട്ട് മുഖം വെച്ചുകൊണ്ട് പ്രാഗുദങ്മുഖ രാജർഷി മത്സ്യരൂപിണ ഹരേഹേ പാദൗ ചിന്തയൻ നിശസാദ. മത്സ്യരൂപിയായ ഹരിയുടെ പാദങ്ങളെ ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നിശസാദ ഇരുന്നു. നിഷീദതി എന്നായിരിക്കുന്നു, ഇവിടെ നിശസാദ ഇരുന്നു. അദ്ദേഹം അപ്പൊ വടക്ക് കിഴക്ക് നോക്കി അഭിമുഖമായി കിഴക്കോട്ട് അനുകൂലമായിരിക്കുന്ന ദർഭമുഖങ്ങളോടുകൂടി അതിലിരുന്നു കൊണ്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു രാജാവ് എന്ന് പറഞ്ഞു. ഇനി നമുക്കിതാ 7-ാം ദിവസത്തേക്ക് കൊണ്ടുപോവുകയാണ്. പ്രളയം. ആ പ്രളയത്തിൽ ഭഗവാൻ അവതരിക്കുന്നത് 44-ാം ശ്ലോകത്തിൽ പറയാൻ പോണു. നമുക്ക് നാളെ നോക്കാം. ഇന്ന് രാത്രി വൈകും ചിലപ്പോൾ വരാം. അപ്പോൾ നാളെ വൈകുന്നേരം നോക്കാം. നാളെ രാവിലെ ഉണ്ടാവില്ല. നാളെ വൈകുന്നേരം ഈ അധ്യായം പൂർത്തീകരിക്കാം. മത്സ്യാവതാരം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ കാണാം. നാരായണ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നാളെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭഗവാന്റെ ഉപദേശങ്ങൾ വരുന്നത്. അതിലാണ് നമുക്ക് മത്സ്യാവതാരത്തിന്റെ മഹിമ അറിയാൻ കഴിയുക. ശ്രദ്ധിക്കുക. ഹരി നാരായണ.